നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ നിന്ന് വീണ്ടും പിളർപ്പിൻ്റെ വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിൽ നിന്ന് 6 എംപിമാർ കൂറുമാറി ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിലേക്ക് ചേർന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു പിളർപ്പ് കൂടി സംഭവിക്കുകയാണ്. നമുക്കറിയാം, ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയ്ക്ക് വളരെ കുറച്ച് MLA-മാർ മാത്രമേ അവിടെ ഉള്ളൂ. ഏതാണ്ട് 20 MLA-മാരാണ് അവർക്കുള്ളത്. അതിൽ നിന്ന് 16 പേർ കൂറുമാറി ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 6 എംപിമാർ കൂറുമാറിയപ്പോൾ ഉണ്ടായ ആഘാതം ശിവസേനയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ സമ്പൂർണമായ തകർച്ച സംഭവിക്കുന്നതിന് മുമ്പ് ഈ മുങ്ങുന്ന കപ്പലിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാം എന്ന ചിന്തയോടുകൂടി ഈ 14 MLA-മാർ കൂടി കൂറുമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ മുതിർന്ന നേതാവ് സന്തോഷ് ബംഗാർ MLA ആണ് ഈ കൂറുമാറ്റ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ 20 MLA-മാരിൽ നിന്ന് 14 പേർ കൂറുമാറ്റ നിരോധന നിയമത്തെ അതിജീവിച്ചുകൊണ്ട് 14 പേർ ഏകനാഥ് ഷിൻഡെയ്ക്കൊപ്പം ചേരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ വിവരം പുറത്തു വന്ന ഉടൻ തന്നെ ഉദ്ധവ് താക്കറെ 20 MLA-മാരുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ എത്ര പേർ പങ്കെടുക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്താണ് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്? ആരാണ് ഇതിന് കാരണക്കാരൻ? ഉദ്ധവ് എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു. ഉദ്ധവിൻ്റെ മുഖ്യമന്ത്രി മോഹമാണോ പാർട്ടിയെ ഇങ്ങനെയൊരു നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? താക്കറെ കുടുംബത്തിന് ഇപ്പോൾ ശിവസേനയിൽ യാതൊരു സ്വാധീനവുമില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ബാൽ താക്കറെയുടെ ശിഷ്യനായ ഏകനാഥ് ഷിൻഡെയ്ക്കാണ് ഇപ്പോൾ മേൽക്കോയ്മ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പാർട്ടി അണികളും MLA-മാരും MP-മാരും. ഈ MLA-മാരെയും MP-മാരെയും, അതായത് തനിക്കൊപ്പം നിന്നതിന് ശേഷം കൂറുമാറി ഷിൻഡെയ്ക്കൊപ്പം പോയ MLA-മാരെയും MP-മാരെയും ചതിയൻ എന്നാണ് ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറെയും വിശേഷിപ്പിച്ചത്. എന്നാൽ ഉദ്ധവ് ചെയ്ത ചതിയെക്കുറിച്ച് ആദിത്യ താക്കറെയോ ഉദ്ധവോ ഒന്നും തന്നെ പറയുന്നില്ല. BJP-ക്കൊപ്പം ചേർന്നുകൊണ്ട് മത്സരിച്ച് സീറ്റുകൾ നേടിയതിനു ശേഷം മുഖ്യമന്ത്രി പദം മോഹിച്ച് കോൺഗ്രസിൻ്റെ UPA-യുടെ പിന്തുണ സ്വീകരിച്ച ആളാണ് ഉദ്ധവ് താക്കറെ. ഈ നീക്കം ഒരു ചതിയായിട്ടാണ് BJP-യും NDA-യും കരുതിയത്. എന്നാൽ അവർ അതേക്കുറിച്ചൊന്നും കൂടുതൽ വിഴുപ്പലക്കാൻ നിന്നില്ല. ഇപ്പോഴിതാ സ്വയം കൃതാനർത്ഥം എന്നതുപോലെ ഉദ്ധവ് താക്കറെ വിഭാഗം വലിയ നാശത്തിലേക്ക് പോയിരിക്കുന്നു. സന്തോഷ് ബംഗാർ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് കാരണം രാജ്യസഭാംഗം സഞ്ജയ് റൗട്ട് ആണെന്നാണ്. സഞ്ജയ് റൗട്ട് ഉദ്ധവിനെ വഴിതെറ്റിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി മോഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് സഞ്ജയ് വലിയ കളികൾ കളിച്ചു. കോൺഗ്രസുമായിട്ടും മറ്റും വിലപേശി. മഹാരാഷ്ട്രയുടെ ഭരണം കയ്യിലുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. മാത്രമല്ല, മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമാണ്, വ്യവസായ തലസ്ഥാനമാണ്. അങ്ങനെയുള്ള ആ മുംബൈ ഉൾപ്പെടെ, അതായത് മുംബൈ കോർപ്പറേഷൻ മാത്രം എടുത്താൽ അത് നമ്മുടെ പല സംസ്ഥാനങ്ങളുടെയും ബജറ്റിന് തുല്യമാണ് മുംബൈ കോർപ്പറേഷൻ്റെ ബജറ്റ്. അങ്ങനെയൊക്കെയുള്ള ഒരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും ഭരണം കയ്യിൽ വന്നാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നായിരുന്നു സഞ്ജയ് റൗത്ത് സ്വപ്നം കണ്ടത്. ആ സ്വപ്നങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഉപ്പുവെച്ച കലം പോലെ തകർന്നിരിക്കുന്നു. അത് പൊളിഞ്ഞ് പാളീസായി. നോക്കൂ, ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന, മറാഠാവാദം മുന്നിൽ വെച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം നന്നായി ജനങ്ങളിലേക്ക് എത്തിച്ച് അതിൻ്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് ശിവസേന. ആ ശിവസേനയ്ക്ക് ജന്മം കൊടുത്തത് ബാൽ താക്കറെ എന്ന ബാലാ സാഹിബാണ്. അദ്ദേഹം
മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും കോൺഗ്രസ്സുകാർക്കൊപ്പം പോകില്ല, ഇനി എത്ര നാൾ അധികാരം കിട്ടാതെ പുറത്തിരിക്കേണ്ടി വന്നാലും ശരി, ഒരിക്കലും ഞാൻ കോൺഗ്രസ്സുകാർക്കൊപ്പം പോകില്ല. കാരണം കോൺഗ്രസ്സുകാർ ഈ രാജ്യത്തെ ചതിച്ചു, കോൺഗ്രസ്സുകാർ ഇവിടുത്തെ ഹിന്ദുക്കളെ വഞ്ചിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് അഭിമുഖത്തിൽ പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം ജീവൻ വെടിയുന്നത് വരെ നല്ല ഒന്നാന്തരം ഹിന്ദുത്വവാദിയായി ഒരു ശിവസേനക്കാരനായിട്ടാണ് ജീവിച്ചത്. അതിൽ നിന്ന് അദ്ദേഹം അല്പം പോലും അധികാരത്തിന് വേണ്ടി അദ്ദേഹം അല്പം പോലും വ്യതിചലിച്ചില്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. പക്ഷേ മകൻ ഉദ്ധവ് അങ്ങനെ ആയിരുന്നില്ല. ആ ഉദ്ധവിന് അധികാരമോഹം തലയ്ക്ക് പിടിച്ചപ്പോൾ അദ്ദേഹം വന്ന വഴി മറന്നു. ശിവസേന ഉണ്ടായത് എങ്ങനെയാണെന്നും തൻ്റെ അച്ഛൻ അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെന്നും എത്ര ജീവനുകൾ അതിനുവേണ്ടി ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെയുള്ള ആ സത്യം അദ്ദേഹം മറന്നുപോയി. എന്തിനു പറയുന്നു, 2008 മുംബൈ ഭീകരാക്രമണം അതുപോലും വകവയ്ക്കാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പോലും ഓർക്കാതെയാണ് ഉദ്ധവ് താക്കറെ നേരെ കോൺഗ്രസുമായിട്ട് തോളിൽ കൈയിട്ട് NCPയുമായിട്ട്, ശരത് പവാറിൻ്റെ NCPയുമായിട്ട് തോളിൽ കൈയിട്ട് അവിടെ അധികാരത്തിലേക്ക് നടന്നു കയറിയത്, മുഖ്യമന്ത്രി ആയത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരു കാലത്ത് ശിവസേനയുടെ നിതാന്ത ശത്രുവായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും കടുത്ത രാഷ്ട്രീയ എതിരാളിയായിരുന്നു NCP. ആ NCPയോട് കോംപ്രമൈസ് ചെയ്ത്, അവരോട് വിട്ടുവീഴ്ച ചെയ്ത് ഉദ്ധവ് അധികാരത്തിന് വേണ്ടി ശിവസേനയെ ബലി കൊടുത്തു. അതാണ് ശിവസേന പിളരാനുണ്ടായ കാരണം. അങ്ങനെ ശിവസേന പിളർന്ന് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം MLA-മാർ ആദ്യം തന്നെ കൂറുമാറി. അന്ന് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും കോടതിയിലും ഒക്കെ ഉദ്ധവ് വിഭാഗം ചോദ്യം ചെയ്തു. എന്നാൽ MLA-മാരുടെ എണ്ണം ഏകനാഥ് ഷിൻഡെയ്ക്കൊപ്പം കൂടുതലായിരുന്നതിനാൽ കൂറുമാറ്റ നിരോധന നിയമം സാധ്യമായില്ല. മാത്രമല്ല, അണികളും പാർട്ടിയുമൊക്കെ ഏകനാഥ് ഷിൻഡെയ്ക്കൊപ്പം ഉറച്ചു നിന്നതോടുകൂടി ശിവസേന എന്നുള്ള പേരും ഔദ്യോഗിക ചിഹ്നം, അമ്പും വില്ലും അടങ്ങുന്ന ആ ഔദ്യോഗിക ചിഹ്നവും ഒക്കെ ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിനാണ് ലഭിച്ചത്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ ഉത്തരവ് കോടതികളും ശരിവെച്ചു. അതോടുകൂടി ഉദ്ധവ് താക്കറെ സമ്പൂർണ്ണമായിട്ടും തകർന്നു. ഇപ്പോഴിതാ അദ്ദേഹം കേവലം 6 MLA-മാരുമായിട്ട് 3 MP-മാരുമായിട്ട് അദ്ദേഹം നിലനിൽപ്പിന് വേണ്ടി വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം നിലനിൽപ്പിനായിട്ട് ജീവൻ മരണ പോരാട്ടത്തിലാണ്. എന്തായാലും മഹാരാഷ്ട്രയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ശിവസേനയുടെ സമ്പൂർണമായ, അതായത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ സമ്പൂർണമായ നാശം ഏതാണ്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നന്ദി, നമസ്കാരം.